Hey, welcome back to Dean Academy's Zero to Cybersecurity. This is session 1 of phase 2. We are jumping right in. We are going practical, Nmap and Metasploitable. And as always, as I do not like to go to jail, any actions and or activities related to the material contained within this training is solely your responsibility. Yada, barking cholu. Please, this training is for education and research purposes only. Do not attempt to violate the law with anything we teach you here. All right. Hope you have the handbook provided open with you right now. The handbook this is the handbook that we've given you. We'll be going through this. All right. So before anything, welcome back everyone. Okay. ഇന്നലെ നമ്മൾ പോർട്സിനെ കുറിച്ച് സംസാരിച്ചു. അതെന്താണെന്ന് പഠിച്ചു. ബേസിക്കലി അവരെ കുറിച്ചൊരു അനാലജീസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചു. Today, it's not talking, we're going to do it. All right. നമ്മൾ ഇന്ന് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ടെർമിനൽ തുറക്കും. നമ്മൾ ഹാക്കിംഗ് ടൂൾ ഒരു റിയൽ മെഷീനിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്യും. ആൻഡ് ദെൻ ഈ സെഷൻ കഴിയുമ്പോഴത്തേക്ക് ഒരു റിയൽ പെൻട്രേഷൻ ടെസ്റ്റർ പൈസയും വാങ്ങി ചെയ്യുന്ന പരിപാടീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ. അപ്പം വാട്ട് ഈസ് ടുഡേയ്സ് പ്ലാൻ? അപ്പം നമ്മളുടെ പ്ലാൻ, ദിസ് ഈസ് അവർ പ്ലാൻ. വി പവർ ഓൺ മെറ്റസ്പ്ലോയിറ്റബിൾ. ഇന്നലത്തെ സെഷനിൽ ഇന്നലത്തെ ഹാൻഡ് ബുക്കിൽ എങ്ങനെയാണ് മെറ്റസ്പ്ലോയിറ്റബിൾ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഹോപ്പ് യു ഹാവ് യർ മെറ്റസ്പ്ലോയിറ്റബിൾ ഡൗൺലോഡ് ആൻഡ് സെറ്റ് അപ്പ്. ഓക്കെ, അതാണ് നമ്മുടെ ടാർഗറ്റ് മെഷീൻ. നമ്മളുടെ IP അഡ്രസ്സ് കണ്ടുപിടിക്കാം. നമ്മൾ അറ്റാക്കറിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കാം. പിന്നെ അതിന് മുമ്പ് മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കാം. റൺ ഫോർ Nmap കമാൻഡ്സ്. അതിൻ്റെ അകത്ത് ഓരോ Nmap കമാൻഡ് അടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോ ലൈനിൽ എന്താ വരിക എന്നുള്ളത് നമ്മൾ പഠിക്കും. ആൻഡ് ബിഫോർ ദാറ്റ് റിമൈൻഡർ, നമ്മളിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താ, നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ 2 വെർച്വൽ മെഷീൻസിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഒന്നും ഇൻ്റർനെറ്റിലേക്ക് പോകുന്നില്ല. ഇതൊരു ശരിക്കത്തെ വ്യക്തിയായിട്ട്, നിങ്ങളുടെ വീട്ടിലെ വൈഫൈയുള്ള ശരിക്കത്തെ ഒരു വ്യക്തിയായിട്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഓക്കെ. സോ വി പ്രാക്ടീസ് ഹിയർ. നമ്മളിത് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ പുറത്ത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണ്. ഓൾ റൈറ്റ്. ഫസ്റ്റ്ലി വി പവർ ഓൺ ബോത്ത് മെഷീൻസ്. ഓക്കെ, 2 മെഷീൻസും നമ്മൾ കഴിഞ്ഞ ഇതിൽ തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്തതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, അത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ ടു Metasploitable. All right, this is a Metasploitable. Let me just turn that on for me. Oh yes, good. Okay, this is Metasploitable for us. Hope the screen is visible. Let me just move myself out of the way. Good. Okay. Metasploitable. Oh wait, let me just shut down the guest. Let me turn it on once again. It was turned on for me. Okay, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും കാണുക. നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഫസ്റ്റ്ലി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ click the green button. Okay, click on the green button and Metasploitable is working. അത് നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളിത് ഫസ്റ്റ് ടൈം തുറക്കുന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കും, ഇഫ് ഐ മൂവ്ഡ് ഓർ കോപ്പി ദിസ് VM, കോപ്പിഡ് ഇറ്റ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഐ കോപ്പിഡ് ഇറ്റ് എന്ന് കൊടുത്താൽ മതി. ഇത് നിങ്ങളെ ബൂട്ടപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ടെക്സ്റ്റിങ്ങനെ ഒരുപാട് ടെക്സ്റ്റിംഗ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടാകും. ദാറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. അത് ലിനക്സ് ജസ്റ്റ് സ്റ്റാർട്ടിങ് എന്നാണ്. വി ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, it's just doing its thing. We just give it time. All right. Okay, we are in. Yes. Okay, ഇപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ Metasploitable ലോഗിൻ എന്ന് ഇതാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ ടൈപ്പ് ചെയ്യും MSF admin. Exactly as I'm typing it. All right, enter. നമ്മളോട് പാസ്വേഡ് ചോദിക്കും. It's the same, MSF admin. Bam. Okay, now you say this. All right. ഈ ഒരു പ്രോംപ്റ്റ്, അതായത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പ്രോംപ്റ്റിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളെ Metasploitable ഉള്ളിൽ എത്തിയെന്നാണ്. ഓക്കെ, ഇനി എവറി ഡിവൈസ്, ഒരു നെറ്റ്വർക്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നെറ്റ്വർക്കിലെ എല്ലാ ഡിവൈസിനും ഒരു അഡ്രസ്സ് ഉണ്ടാവും, ഒരു ഹോം അഡ്രസ്സ്. നമ്മളെല്ലാ വീട്ടിനും ഒരു അഡ്രസ്സ് ഉള്ള പോലെ നമ്മൾ Metasploitable ചോദിക്കുക, അല്ലയോ Metasploitable, എന്താണ് താങ്കളുടെ IP അഡ്രസ്സ് എന്ന് നമ്മൾ ചോദിക്കാം. ഓക്കെ, അതെങ്ങനെയാണ് ചോദിക്കുക? നമ്മൾ അതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ്, നമ്മൾ ക്വയറിയാണ് ifconfig. ഇത് തന്നെയാണ് നമ്മൾ കാലി ലിനക്സിലോ നമ്മൾ ഉപയോഗിക്കാം. ഞാൻ ഇനി ഞാൻ ടെക്നിക്കൽ ടേംസിലേക്ക് കടക്കും, കാരണം നമ്മൾ ഒരുപാട് സെഷൻസ് എന്താണ് ടെക്നിക്കൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ചു. അപ്പോൾ ഇഫ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് സംതിങ് യു ക്യാൻ ആസ്ക് ഇൻ ദ ഗ്രൂപ്പ് ആസ് ഓൾവേസ്. ഓൾ റൈറ്റ്, നൗ ifconfig. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് inet
ADAR. ഇതാണ് നമുക്ക് വേണ്ട കാര്യം. ഓക്കെ, INET അഡ്രസ്. ഓക്കെ, ദാറ്റ്സ് ദിസ് മെഷീൻസ് അഡ്രസ്. നമ്മളുടെ ഈ നെറ്റ്വർക്കിൻ്റെ ഇതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഇത് നമുക്ക് എവിടെയെങ്കിലും എഴുതി വെക്കാം. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ കാലി ലിനക്സിൽ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ദാറ്റ്സ് 192.168.44. നമ്മൾ കാലി ലിനക്സ് പോയിട്ട് let me just try note that down. Okay, wait, കാലി ലിനക്സ് ആദ്യം ഷട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, now I'll put on this machine. Let me just okay. We wait for it to come. Yes, നമ്മൾ കാലി ലിനക്സിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. കാലി okay, good. Okay, ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ നീക്കി കളിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവാണ്ടിരിക്കാൻ ഞാൻ വലുതാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ പോയിട്ട് നമ്മളുടെ നോട്ട്സിൽ പോയിട്ട് നമ്മൾ വിൽ നോട്ട് ഡൗൺ വാട്ട് ആർ IP അഡ്രസ് എന്ന് അപ്പുറത്ത് എന്തായിരുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് നോക്കും. ഇത് മെറ്റസ്പ്ലോയിറ്റബിൾ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട മെഷീൻ്റെ IP അഡ്രസ്സാണ്. ഓക്കെ, 192.168.44130. സോ ദാറ്റ് ഈസ് 192.168.44 വന്നിട്ടില്ല. 192.168.44.130. 44.130. ഓക്കെ, ഇതാണ് എന്തിൻ്റെത്, മെറ്റാസ്പ്ലോയിറ്റബിളിൻ്റെ IP. ഗുഡ്. ഓക്കെ, നൗ നമ്മൾ സ്റ്റുഡൻറ്റ് PDF നമുക്ക് പോയി നോക്കാം എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, let me just okay, സ്റ്റുഡൻറ്റ് PDF എന്താ പറയുന്നത്. ഓക്കെ, yes, in real life what does an IP address actually mean? Okay, റിയൽ ലൈഫ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡിവൈസിനും എന്തുണ്ടാവും, ഒരു IP അഡ്രസ്സ്. ലൈക്ക് എവറി ഡിവൈസ് ഓൺ എ നെറ്റ്വർക്ക്, ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസിനും ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു ടെമ്പററി ലോക്ക് നമ്പറാണ്. നിങ്ങളുടെ ഫോൺ ആയിക്കോട്ടെ, നിങ്ങളുടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇനി ഓഫീസിലൊരു പ്രിൻ്റർ ഉണ്ടെങ്കിൽ അതിനായിക്കോട്ടെ, എല്ലാത്തിനും all of these on whatever Wi-Fi they are connected to, they have an IP address. All right, okay. ഇനി all this നിങ്ങൾക്ക് ചിലപ്പോൾ അതെന്തിനാ PDF ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ, ഇത് ഈ ഒരു പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ചിലപ്പം ഇതുണ്ടാവും, എന്താണ്, യു വിൽ ഹിറ്റ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്. അപ്പം നിങ്ങളുടെ പ്രോബ്ലംസിൻ്റെ ഉത്തരം ഹൈ ചാൻസസ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. ഓക്കെ, സോ യു ഡോണ്ട് ഹാവ് ടു go on to the internet, check if your solution is over here. If it's not, then you can go to the internet or ask in the group. All right, okay. ഇനി എന്ത് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ എന്താ ഇപ്പം ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ഇവിടെ ഇപ്പം VMwareലേക്ക് പോകുന്നതാണെങ്കിൽ, just give me a second, let me just open VMware. Okay, now we're going to ask the same question to Kali Linux. Okay, Kali Linuxനോട് നമ്മൾ സെയിം ചോദ്യം ചോദിക്കാൻ പോവാണ്. Kali Linuxൻ്റെ IP അഡ്രസ്സ് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുക, ifconfig. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത്. ഓക്കെ, ഈ INET അതിന് ശേഷങ്ങൾ കാണുന്ന this is our IP അഡ്രസ്. അപ്പോൾ അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ Kali Linux IP. ഓക്കെ, ഇതാണ് Kali Linuxൻ്റെ. വെയിറ്റ്, നമ്മൾ എന്താ ഇതെല്ലാം ചെയ്യുന്നത്, നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യുന്നത്, ആ ഒരു ചോദ്യങ്ങൾ മനസ്സിലിപ്പോൾ വരണം. ലൈക്ക് വാട്ട് ആർ വി ഈവൻ ഡൂയിങ്. ഓക്കെ, ഇവിടെ നമ്മളെന്താ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ലെറ്റ്സ് സ്ക്രോൾ ഡൗൺ. വാട്ട് ആർ വി ആക്ച്വലി ഡൂയിങ്. നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും വി നീഡ് ടു ഈ ക്വസ്റ്റ്യൻ വരണം. കാരണം എന്തെല്ലോ കാട്ടിക്കൂട്ടലല്ലോ, നമുക്കിത് കോൺസെപ്റ്റ് മനസ്സിലായാലേ നമുക്ക് കാര്യമുള്ളൂ. ഓക്കെ, നൗ ദിസ് ക്വസ്റ്റ്യൻ മാറ്റേഴ്സ് മോർ ദാൻ ദ കമാൻഡ്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, രണ്ട് സെപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, കാലിയും മെറ്റസ്പ്ലോയിറ്റബിളും. ഓൾ റൈറ്റ്, അത് സെയിം നെറ്റ്വർക്കിലാണ് കണക്റ്റഡ്. ആ സെയിം നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നത് അവർ രണ്ടുപേരും സെയിം നെറ്റ്വർക്കാണ് കണക്ട് ചെയ്തതെങ്കിലും അവർക്ക് സെപ്പറേറ്റ് IP അഡ്രസ്സസ് ഉണ്ട്. ഓക്കെ, ഏതുപോലെ തന്നെ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്ത രണ്ട് ലാപ്ടോപ്പുകൾ പോലെ തന്നെ. ഇത് റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊരു ഓഫീസിലാണുള്ളത്, അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിലാണുള്ളത്. കോഫി ഷോപ്പിലൊക്കെ ചിലപ്പോൾ ഫ്രീ വൈഫൈ ഉണ്ടാവും. ഇവിടെ
നിങ്ങളുടെ കൊളീഗും, ലെറ്റ്സ് ടേക്ക് ഓഫീസ് എക്സാമ്പിൾ ആസ് ഗിവൺ ഇൻ ദി PDF, നിങ്ങളുടെ കൊളീഗും എന്താണ് ഇരിക്കുന്നുണ്ട്. അപ്പം അവരുടെ ലാപ്ടോപ്പിൽ അവർ ഓൾഡ് സോഫ്റ്റ്വെയർ ആണ് റൺ ചെയ്യുന്നത്. അവർ ഒരു ഓൾഡ് ഫയൽ ഷെയറിംഗ് ടൂൾ അപ്ഡേറ്റ് ഒന്നും ചെയ്യാതെ പണ്ട് അവർ ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു സാധനം അവിടെ ഉണ്ട്. ഓക്കെ, ആരും അപ്ഡേറ്റ് ചെയ്യാതെ വെച്ച് എന്തൊക്കെയോ പണ്ടത്തെ ടൂൾസൊക്കെ അവരുടെ ലാപ്ടോപ്പിലുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ രണ്ടുപേരും കണക്ട് ചെയ്തത് ഒരേ വൈഫൈയിലേക്കാണ്. ഒരു വൈഫൈയിൽ കണക്ട് ചെയ്താണ് നിങ്ങൾക്ക് വ്യത്യസ്ത IP അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ലാപ്ടോപ്പിൽ ഫയർ വാളോ അങ്ങനത്തെ സേഫ്റ്റി പ്രിക്കോഷൻസോ ഒന്നും അവരെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലാപ്ടോപ്പിന് അവരിലേക്ക് എന്താ പരിപാടി, അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ലാപ്ടോപ്പ്, അതായത് നിങ്ങളുടെ ഓഫീസിലെ കൊളീഗിൻ്റെ ലാപ്ടോപ്പ് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആ റെസ്പോണ്ട് ചെയ്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്തിനാണ് ഇത് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞു, നമ്മൾ ഇനി PDF വരാൻ പോകുന്നുണ്ട്. നമ്മൾ ഒരാളെ ഹാക്ക് ചെയ്യുമ്പോൾ ചാടിക്കേരി ഹാക്ക് ചെയ്യലല്ല. ആ ഹാക്ക് ചെയ്യുന്നതിന് 6 സ്റ്റെപ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റിക്കോണസൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ മുമ്പ് OSINT പഠിക്കുമ്പോൾ അത് പറഞ്ഞിരുന്നു. റിക്കോണസൻസ് എന്ന് വെച്ചാൽ എന്താ, ഒരാളെ പറ്റി അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ പറ്റി മാക്സിമം ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യലാണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. ഓക്കെ, സോ വാട്ട് ആർ വി ഗോയിങ് ടു ഡു? ഇപ്പം നമ്മളെടുത്തുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മെഷീൻ, അതായത് കാലി ലിനക്സ് ആണ് നമ്മളുടെ ലാപ്ടോപ്പ്. നമ്മൾ നേരത്തെ എക്സാമ്പിളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ഓഫീസിലെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ലാപ്ടോപ്പ് ആയിട്ട് അഭിനയിക്കുന്നത് ഇവിടെ ആരാണ്? മെറ്റസ്പ്ലോയിറ്റബിൾ ആണ്. ഓക്കെ, ഈ ഓഫീസിലെ വൈഫൈ ആണ് നമ്മളുടെ ഈ വെർച്വൽ നെറ്റ്വർക്ക്. നമ്മൾ ഈ VMware ഉള്ളിൽ നടക്കുന്നത്, VMware ആണ് ഓഫീസ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലെ 2 ലാപ്ടോപ്പ് ആളാണ് നമ്മളിപ്പോൾ ഇവിടെ സിമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? കാലി ലിനക്സ് മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അവിടെ ലോഗിൻ ചെയ്യുന്നില്ല, പാസ്വേഡ് അടിക്കുന്നില്ല. ഓക്കെ, ആ നിങ്ങളുടെ ഓഫീസിലെ ചെങ്ങായിനോട് നമ്മൾ നേരിട്ട് പോയി ചോദിക്കില്ല. അവനൊരു സ്ക്രീനിലൊരു പ്രോംപ്റ്റ് വരുന്നൊന്നുമില്ല. അവൻ്റെ ലാപ്ടോപ്പ് അവനിതൊന്നും അറിയുന്നില്ല. അവനറിയാതെ നമ്മൾ അവൻ്റെ ഉള്ളിലത്തെ ലാപ്ടോപ്പിനെ പറ്റിയുള്ള, അവൻ്റെ നെറ്റ്വർക്കിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എടുക്കുകയാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ റിക്കോണസൻസ് എന്ന് പറയുന്നത്. ഫുഡ് പ്രിന്റിംഗ് എന്യൂമറേഷൻ എന്നൊക്കെ ഇതിന് പറയും. ഓക്കെ, ദിസ് ഇസ് സ്റ്റെപ്പ് നമ്പർ 1 ഓഫ് ലിറ്ററലി എവറി സൈബർ സെക്യൂരിറ്റി അറ്റാക്ക് ദാറ്റ് ഹാസ് സൈബർ അറ്റാക്ക് ദാറ്റ് ഹാസ് എവർ ഹാപ്പൻഡ്. ഓക്കെ, ഫൺ ഫാക്ട്, ഇത് ഈ ഒരു പ്രോസസ്സ് ദിവസങ്ങളും ആഴ്ചകളും എടുക്കും, ചിലപ്പോൾ മാസങ്ങളും എടുക്കും. ഈ ഗെറ്റിംഗ് ഇൻ പാർട്ട് എല്ലാ ടൈം എടുക്കാം. ഈ പഠിക്കലാണ്, അവരെക്കുറിച്ച് മാക്സിമം ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിലാണ്. ഓക്കെ, നൗ ഈ ചോദ്യങ്ങൾ ചോദിക്കലാണ് നമ്മൾ ചെയ്യേണ്ട പണി. നമ്മളുടെ മെറ്റസ്പ്ലോയിറ്റബിൾ മെഷീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ. ഓൾറൈറ്റ്, നൗ വി ഇൻസ്റ്റാൾ ആ കാലി മെഷീൻ. നിങ്ങളുടെ ഫസ്റ്റ് nmap കമാൻഡ് നിങ്ങൾ അടിക്കാൻ പോവാണ്. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ ഫസ്റ്റ് അടിക്കേണ്ടത് nmap. നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ മെറ്റസ്പ്ലോയിറ്റബിളിനെ നമ്മളൊന്ന് വിളിച്ചു നോക്കുകയാണ്. ഓക്കെ, nmap. ഓക്കെ, ഞാൻ ഇതൊന്ന് വലുതാക്കാൻ വേണമെങ്കിൽ ഓക്കെ nmap. ഇത് എനിക്കിങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഇത് ചെയ്തതുകൊണ്ടാണ്. ഓക്കെ, ഇറ്റ് മേ നോട്ട് കം ഫോർ യു, ബട്ട് ഐ എം ഗോയിങ് ടു ടൈപ്പ് ഇൻ ഹോൾ pn/pn. ഓക്കെ, ഇതെന്താണ് നമ്മൾ പഠിക്കും. ഓക്കെ, വൈ ഐ എം ഡൂയിങ് ദിസ്. pn എന്ന് വെച്ചാൽ എന്താണ്, 192. നമ്മൾ ഇവിടെ എന്തായിരുന്നു എഴുതിയത്, 192. ഇത് കോപ്പി ചെയ്തിട്ട് കോപ്പി, I'll just paste this over here, paste. Okay, now let's see. ഓക്കെ, നമുക്ക് എന്തെല്ലോ കിട്ടി. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി എന്താണ് നമ്മൾ PDF ഇത് വാട്ട് ഡസ് ഓൾ ദീസ് മീൻ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ദെയർ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, വാട്ട് ഡസ് ദിസ് ഓൾ മീൻ, എന്തെല്ലോ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പം അത് കാണുന്നതിന് മുമ്പ് വാട്ട് ഇസ് PN, നമ്മളിങ്ങനെ PN എന്ന് കൊടുത്തല്ലോ. PN എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് nmap എന്ന് പറഞ്ഞിട്ട് പിങ് നോ എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയി നിങ്ങൾ മനസ്സിലാക്കിയോ. അതെന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് nmap മെറ്റസ്പ്ലോയിറ്റബിൾ, അതായത് 2 കമ്പ്യൂട്ടേഴ്സ്. അപ്പം നമ്മളുടെ കമ്പ്യൂട്ടർ മെറ്റസ്പ്ലോയിറ്റബിളിനെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട വിക്ടമിനെ നോക്കിയിട്ട് നിങ്ങളവിടെ ഉണ്ടോ എന്ന് ആദ്യം ഒരു ചോദ്യം ചോദിക്കും. ഓക്കെ, ആ ചോദ്യം ചോദിച്ച് റെസ്പോൺസ് കിട്ടലാണ് പൊതുവേ ചെയ്യൽ. പക്ഷേ നമ്മൾ -PN എന്ന് കൊടുക്കുമ്പോൾ അതെന്താ ചെയ്യലെന്ന് വെച്ചാൽ, പിങ് നോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അവിടെ ഉണ്ട് എന്നറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ nmapനോട് പറയാം, nmap സ്കാനിങ് തുടങ്ങിക്കോ, പിങ് ചെയ്തിട്ട് അതിന് ഉത്തരം അതിനൊന്നും കാത്തു നിൽക്കണ്ട. ഓക്കെ, അപ്പം നോർമലി ഇപ്പോൾ ഇവിടെ കൊടുത്തത്, നോർമലി ബിഫോർ സ്കാനിങ് nmap സെൻസ് എ പിങ് ടു ചെക്ക് ഇഫ് ദ ടാർഗറ്റ് ഇസ് ഈവൻ സ്വിച്ച്ഡ് ഓൺ ആണോ നോക്കാൻ, ലൈക്ക് നോക്കിംഗ് ലൈറ്റ്ലി ബിഫോർ പ്രോപ്പർലി knocking. But Metasploitable is configured not to answer that light knock. Okay, Metasploitable അത് അങ്ങനത്തെ ഇങ്ങനെ അവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരൂല.
അപ്പം അത് ഓണാണെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എൻമാപ്പിനോട് പറയുകയാണെന്ത്, എൻമാപ്പെ അങ്ങനെ കാത്തുവെക്കൊന്നും വേണ്ട, കയറിക്കോ, സ്കാൻ ചെയ്തോ. ഓക്കെ, അപ്പം എൻമാപ്പ് എന്താണ്? എൻമാപ്പ് ഇപ്പം നമ്മൾ ചെയ്യും വെറും എൻമാപ്പ് എന്ന് അടിച്ചാൽ അത് എന്താ ചെയ്യുക? എൻമാപ്പ് ഏറ്റവും കോമൺലി യൂസ്ഡ് 1000 പോർട്ടുകളെ, നമ്മൾ ഇന്നലെ പറഞ്ഞ പോർട്ടുകളിൽ, ആ പോർട്ടുകൾ അത് സ്കാൻ ചെയ്യും നമ്മളെ ടാർഗറ്റ് മെഷീനിൽ. എന്നിട്ട് ഓരോന്നിലും അത് ഓപ്പൺ ആണോ, അത് ആരാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക എന്നൊക്കെ മനസ്സിലാക്കും. ഓക്കെ ഓക്കെ ഇങ്ങനെ ഒന്നല്ലോ നമ്മൾ കിട്ടി. നൗ ലെറ്റ്സ് ക്വിക്ക്ലി നമുക്ക് എന്താണ് നമ്മൾ കാണുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറൈറ്റ്, ഓക്കെ. സോ ഫസ്റ്റ്ലി നമുക്ക് ഇങ്ങനത്തെ റെസ്പോൺസ് കിട്ടിയത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതാക്കിയതാണ്. ഇപ്പം നിങ്ങളാണെങ്കിൽ നമ്മളിപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്നുണ്ടല്ലോ എൻമാപ്പ് സ്കാൻ റിപ്പോർട്ട്, ഹോസ്റ്റ് ഇസ് അപ്പ്. ഓക്കെ, എന്താണ് അതിൻ്റെ അർത്ഥം? ഹോസ്റ്റ് ഇസ് അപ്പ് പിന്നെ 0.33 ലേറ്റൻസി. വാട്ട് ഡസ് ദാറ്റ് ഈവൻ മീൻ? ഓക്കെ, ലേറ്റൻസി എന്ന് വെച്ചാൽ ഇത് എത്ര ടൈം എടുത്തിന് അത് റിപ്ലൈ തരാൻ. ഓക്കെ, അപ്പം 0.0023 സെക്കൻഡ്സ് ആണ് അതെടുത്തത്. ഓക്കെ, അത്ര പെട്ടെന്നാണ്, സൂപ്പർ ഫാസ്റ്റ്. രണ്ടും ഒരേ വൈഫൈയിൽ കണക്ട് ചെയ്താണ്, ഇറ്റ്സ് ക്ലോസ് ടു ഈച്ച് അതർ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടി. പിന്നെ അടുത്തത് നോട്ട് 977 ക്ലോസ്ഡ് പോർട്ട്സ്. അതായത് നമ്മൾ 1000 ഡോറുകൾ മൊത്തം എൻമാപ്പിൽ മുട്ടി, അതിൻ്റെ അകത്ത് 9777 ആരും ഉത്തരം തന്നില്ല. അതായത് അതെല്ലാം ക്ലോസ്ഡ് ആണ്. ഓക്കെ, നമ്മളുടെ അടിയിൽ തന്ന ഈ ഡോറുകൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഈ പോർട്ട് എന്ന് നിങ്ങൾ കാണുന്നത്, ഈ പോർട്ട് എന്താണെന്ന് വെച്ചാൽ ലെറ്റ്സ് ലുക്ക്. പോർട്ട് നമ്മൾ ഇന്നലത്തെ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ അത് പോർട്ട് നമ്പർ കാണിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആ പോർട്ട് നമ്പർ കാണിക്കും. നമ്പർ കൂടാണ്ട് ആ പോർട്ട് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ ഫിൽറ്റേർഡ് ആണോ എന്ന് കാണിക്കും. ഇവിടെ ജസ്റ്റ് ഓപ്പൺ ഉള്ള മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ സർവീസ് നമ്മൾ ഇന്നലത്തെ സെഷനും ഇതും കൂടി നിങ്ങൾ കൂട്ടി കണക്ട് ചെയ്യണം കേട്ടോ. ഇന്നലത്തെ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ആ ഡോറിൻ്റെ ബാക്കിൽ ജീവിക്കുന്നത് ആരാണ്? അതൊരു HTTPS ആണോ, HTTPS സർവീസ് ആണോ, അല്ലെങ്കിൽ TCP ആണോ, അല്ലെങ്കിൽ HTTP ആണോ, അല്ലെങ്കിൽ HTTPS ആണോ, അല്ലെ FTP ആണോ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണോ? അപ്പോൾ എന്ത് സർവീസാണ് അതിൻ്റെ ബാക്കിൽ ആ പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് കൂടി എന്ത് ചെയ്യും, എൻമാപ്പ് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പോർട്ട് അതിൻ്റെ സ്റ്റേറ്റ്, അത് ഓപ്പൺ ആണോ ക്ലോസ് ആണോ. ഇവിടെ ഓപ്പൺ മാത്രം നമ്മൾ കാണുന്നുള്ളൂ, അത് നമുക്ക് ആവശ്യമുള്ളൂ. മറ്റേതെല്ലാം ക്ലോസ്ഡ് ആണ്. 977 ക്ലോസ്ഡ് ആണ്, അപ്പോൾ അറിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതെന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോന്ന് നോക്കി വെക്കാം. ഫസ്റ്റ്ലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, ജസ്റ്റ് സോ ദാറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ അറിയാണ്ടിരിക്കേണ്ട. FTP എന്ന് വെച്ചാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇവിടെ എല്ലാത്തിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വായിച്ച് നോക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് ഗോയിങ് ടു ഗോ. ഓക്കെ, FTP എന്ന് വെച്ചാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതിൻ്റെ പണിയെന്ന് വെച്ചാൽ ആളുകളെ അപ്ലോഡും ഫയൽസ് അപ്ലോഡും ഡൗൺലോഡും ചെയ്യാനുള്ളതാണ് ഈ നെറ്റ്വർക്കിൽ. ഓക്കെ, അത് നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഷെയർഡ് ഫോൾഡർ ഉണ്ടാവും. ആ ഓഫീസിലെ ആളുകൾക്കെല്ലാം ആ ഫോൾഡറിലേക്ക് ഇട്ടാൽ ബാക്കിയുള്ള എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഷെയർഡ് ഫോൾഡർ യു ആക്സസ് ഓവർ ഇൻ്റർനെറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോട്ടോസിലൊക്കെ അല്ലെ ഗൂഗിൾ ഡ്രൈവിലെല്ലാം ഷെയർഡ് ഫോൾഡറിൽ എല്ലാവർക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എന്താണ് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് FTP പ്രോട്ടോക്കോൾ. പിന്നെ ഇതാണുള്ളത്. പിന്നെ നമുക്ക് SSH നോക്കാം. SSH എന്ന് വെച്ചാൽ ദിസ് ഇസ് എ ബിഗ് വൺ. നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു. SSH എന്ന് വെച്ചാൽ ഒരാൾക്ക് വേറൊരാളുടെ കമ്പ്യൂട്ടറിനെ റിമോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിലൂടെ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനത്തെ ഒബ്വിയസ്ലി I'm not endorsing watching movies, പക്ഷേ ഇങ്ങനത്തെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹാക്കിങ്ങിൻ്റെ ഇതിലൊക്കെ വി ആക്സസ് ദ റിമോട്ട് സെർവർ, വി റിമോട്ട് ആക്സസ് ദ സെർവർ. അത് SSH ഉപയോഗിച്ചിട്ടാണ്. അതായത് ഈ ഡോറിലിരുന്നിട്ട് അതിനാവശ്യമായ ക്രെഡൻഷ്യൽസും നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാം. ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് SSH. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് നോ ദാറ്റ് SSH സെർവർ എന്ന് പറയുന്നത് SSH പോർട്ട് ഓപ്പൺ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഈ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇതിൻ്റെ അകത്തുള്ളത് ടെൽനെറ്റ്. ഓക്കെ, ടെൽനെറ്റ് എന്ന് വെച്ചാൽ SSHൻ്റെ ഓൾഡർ വേർഷനാണ്. സെയിം ഐഡിയ, റിമോട്ട് ആക്സസ് ആണ്. അത് കുറേ വർഷങ്ങൾ മുമ്പ് ഉണ്ടാക്കിയതാണ്. അത് സെക്യൂർ അല്ല. അത് നമ്മൾ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അത് പ്ലെയിൻ ടെക്സ്റ്റായിട്ട് അയക്കുക. അതുകൊണ്ടാണ് അത് ടെൽനെറ്റ് ഓൾഡ് ടെക്നോളജിയാണ്. അതിൻ്റെ മേലെ വന്നതാണ് SSH. അത് സെക്യൂർ ഷെൽ. അഗൈൻ അതൊന്നും നിങ്ങൾക്ക് ഇൻഡെപ്തായിട്ട് അറിയേണ്ട ആവശ്യമില്ല. പിന്നുള്ളത് SMPT എന്ന് വെച്ചാൽ മെയിൽ അയക്കാനെല്ലാം ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ. പിന്നെ DNSൻ്റെ ആവശ്യമില്ല. ഓക്കെ, HTTP. ഇവിടെ നമ്മൾ HTTP പോർട്ട് 80 HTTP എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പം ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് റൺ ചെയ്യുക? ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് വെബ്സൈറ്റ്സിൻ്റെ ഡൗൺ ടു അതിൻ്റെ ബേസിക് ഫോം എന്താണെന്ന് വെച്ചാൽ
നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് ഫയലുണ്ട്. ലെറ്റ്സ് സേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു വീഡിയോ ഫയലുണ്ട്. ഈ വീഡിയോ ഫയൽ നിങ്ങൾക്ക് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു വെബ് സെർവറാക്കി മാറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിട്ട് ആർക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റി ആ ഫോൾഡർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു വെബ് സെർവറായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം ഗൂഗിളിലൊക്കെ ഇപ്പോൾ ഭയങ്കര വലിയ ആയിരക്കണക്കിന് കമ്പ്യൂട്ടേഴ്സുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സുള്ള വെബ് സെർവേഴ്സുള്ള റൂം ഉണ്ടാവും. നിങ്ങൾ വെബ് സെർവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കാണുന്നുണ്ടോ? വലിയ റൂം, പിന്നെ ഇങ്ങനെ ഒരുപാട് മെഷീൻസ്. അത് ബേസിക്കലി അത് കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ്. ഓക്കെ, നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടർ ഒരു വെബ്സൈറ്റ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് റൺ ചെയ്യാം. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാമത്തത് നമ്മുടെ കമ്പ്യൂട്ടർ എപ്പോഴും ഓൺ ആയിരിക്കണം. കാരണം നമ്മളുടെ കമ്പ്യൂട്ടറിലല്ലേ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ആ വീഡിയോ. രണ്ടാമത്തത് ഓണാവാൻ മാത്രമല്ല, ഇതെന്ന് വെച്ചാൽ ഒരുപാട് ആളെ ആക്സസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ചൂടാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെബ് സെർവേഴ്സുള്ള അവിടെയൊക്കെ ഭയങ്കര എ സിയും തണുത്ത റൂമിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരുപാട് വിഷയമുണ്ട്. എനിവേസ്, ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഒരു സെർവർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇത് വെച്ചിട്ടാണ്. HTTP സെർവർ ആണെങ്കിൽ അത് പോർട്ട് 80-ലായിരിക്കും. ഓക്കെ, എനിവേസ്, നിങ്ങൾക്ക് അത് ഇൻഡെപ്തായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പം പിന്നെ അടുത്തുള്ളത് അടുത്ത് വെയിറ്റ് മീ ചെക്ക്. പിന്നെ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു എന്നാണെങ്കിൽ ഡോർ 2049. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ളത് ഡോർ 2049 എന്ന് പറയുന്നത് അത് വേറൊരു ഫയർ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. സോറി, 2049 അല്ല, ഇത് CC പ്രോക്സി എന്ന് പറയുന്നത് അത് വേറൊരു പ്രോട്ടോക്കോളാണ്. ഫയൽ ഷെയറിംഗ് സിസ്റ്റമാണ് NFS. അങ്ങനെ നമ്മൾ ഇൻഡെപ്തായിട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ, നമ്മളിവിടെ നോക്കിയാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളതുണ്ട്. ഓക്കെ, നൗ നമ്മളെന്താ ഇപ്പോൾ ചെയ്തത്? നമ്മളുടെ മെഷീനിൽ നിന്ന് നമ്മളുടെ വിക്ടിമിൻ്റെ മെഷീനിലേക്ക് ഒരു ഹാക്കും ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മൾ ഹാക്ക് ചെയ്തിട്ടില്ല. വി ജസ്റ്റ് വാക്ക്ഡ് അപ്പ് ടു എ കമ്പ്യൂട്ടർ ഓൺ ദ നെറ്റ്വർക്ക്. നമ്മൾ അവരുടെ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്തിട്ടില്ല, അതിൻ്റെ പാസ്വേഡ് നമുക്കറിയില്ല. പക്ഷേ അത് എന്ത് ചെയ്തിട്ടുണ്ട്? അത് റൺ ചെയ്യുന്ന 23 സെപ്പറേറ്റ് പ്രോഗ്രാംസ് നമുക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അത് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ Nmap വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആലോചിച്ച് ഉദാഹരണത്തിന് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളുടെ വിക്ടിമിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ള നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ടുകൾ ഓപ്പൺ ആണ്. ഈ ഓപ്പൺ ആണെന്ന് അർത്ഥം എന്താ? ഓക്കെ, നമുക്കതെന്താണ്? നമുക്കതിന് ഉള്ളിൽ കടക്കാനുള്ള ആ ജനൽ ലൂസാണ്, ജനലിൻ്റെ ഇത് ലൂസാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഇതൊരു ഉള്ളിൽ കടന്നിട്ടില്ല, അല്ല ആ ഡോറ് പൊട്ടിച്ച് ഉള്ളിൽ കയറിയിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലായി. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ഡിഡ് വിത്ത് കമാൻഡ് നമ്പർ 1. ഓക്കെ, Nmapൽ ജസ്റ്റ് nmap/pn എന്ന് പറയുന്നത് പിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പോയി സ്കാൻ ചെയ്തോ എന്ന് പറയുന്നത്. പിന്നെ മെറ്റസ്പ്ലോയിറ്റ് അവരുടെ IP അഡ്രസ്സ് കൊടുക്കുക. ദാറ്റ് ഈസ് കമാൻഡ് നമ്പർ 1. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു കമാൻഡ് നമ്പർ 2. ഓൾറൈറ്റ്, ഇൻ സെക്ഷൻ 5 ഓർ കമാൻഡ് നമ്പർ 2 നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ നമുക്ക് മനസ്സിലായ ഡോർ ഓപ്പൺ ആണെന്ന് മനസ്സിലായി. പക്ഷേ ആ ഡോർ ഉപയോഗിച്ച് ലോക്ക് ഏതാ? ഓക്കെ, അല്ല വിൻഡോൻ്റെ കുളത്ത്, അല്ല വിൻഡോ എവിടെ, ആ വിൻഡോ ഏത് മെറ്റീരിയലാണ് ഉപയോഗിച്ചത്? ഓക്കെ, ഇതെന്തിനാണ് നമ്മൾ അറിയുന്നത്? ആ ഡോർ ലോക്ക് ചെയ്താൽ. കാരണം പിന്നെ ഡോറിൻ്റെ കമ്പനി കറക്റ്റ് ബ്രാൻഡ് ഏതാണ്, അല്ലെ ആ ലോക്ക് ഏത് രീതിയിലാണ് ആ ലോക്കിനെ നിർമ്മിച്ചത് നമുക്ക് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലോക്ക് എങ്ങനെയാണ് പൊട്ടിക്കേണ്ടത് നമുക്ക് പോയി സെർച്ച് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഓൾറെഡി ആളുകൾ പൊട്ടിച്ചിട്ട് അത് ഇൻ്റർനെറ്റിൽ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടോ? ഈ ലോക്കിനെ അൺലോക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സർവീസ് വേർഷൻ. അതായത് നിങ്ങൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന, ടെക്നിക്കലി പറയുന്നതാണെങ്കിൽ ഒരുപാട് സർവീസുകൾ ഇപ്പം FTP, HTTPS, HTTP അങ്ങനത്തെ ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെയൊക്കെ എക്സാക്റ്റ് വേർഷൻസ് പറഞ്ഞോ. എന്തിനാണ് വേർഷൻസ് പറഞ്ഞിരുന്നത്? നമുക്ക് ഈ വേർഷൻസ് മനസ്സിലാകുന്നത് നമുക്കതിൻ്റെ പബ്ലിക്ലി നോൺ വീക്ക്നെസ്സുകൾ എടുത്തിട്ട് അത് വെച്ച് നമുക്ക് അവരെന്ത് ചെയ്യാം? എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അതായത് നമുക്ക് അങ്ങ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ്സ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. Nmap എന്ന് കൊടുക്കും, അതായത് നമ്മുടെ ടൂളിൻ്റെ പേര്. PN/PN എന്ന് കൊടുക്കും. PN എന്ന് വെച്ചാൽ പിങ് നോ. നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കൊന്നും വേണ്ട, നേരെ പോയി സ്കാൻ ചെയ്തോ. ഓക്കെ, -SV എന്ന് വെച്ചാൽ എന്താണ്? സർവീസ് വേർഷൻ. എന്നിട്ട് അവരുടെ മെറ്റസ്പ്ലോയിറ്റബിൾ അവരുടെ IP അഡ്രസ്സും കൊടുക്കുക. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, ബാക്ക് ഓൺ ആ ഖാലി മെഷീൻ വി ആർ. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം Nmap -ping no, അവരോടൊന്നും മിണ്ടാൻ നിൽക്കണ്ട, നേരെ പോയി സ്കാൻ ചെയ്തോ എന്ന് പറയും. പിന്നെ
SV സർവീസ് വേർഷൻ ക്യാപിറ്റൽ V ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ എഴുതി വെച്ച് മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സ് ഒന്നുകൂടി കോപ്പി ചെയ്യും. ഓക്കെ, കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി Ctrl+C, ഇവിടെ Ctrl+V. ഓക്കെ, ഇപ്പം എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഇത് ബിഫോർ ദാറ്റ് നമ്മൾ ഞങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം. ജസ്റ്റ് എ സെക്കൻഡ്. അതായത് ഇതാണ് നമ്മളുടെ അറ്റാക്ക് മെഷീൻ. ഇതാണ് നമ്മളുടെ ഫ്രണ്ടിൻ്റെ മെഷീൻ. അപ്പോൾ ഇതിനോട് ഹാക്ക് ചെയ്യുന്നതാണ് നമ്മുടെ പ്രോസസ്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് റീക്യാപ്പ് നിങ്ങൾ വിട്ടുപോകും നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ സർവീസസിൻ്റെയും സർവീസ് നമ്പർ എന്തിനാണ് സർവീസ് നമ്പർ തരാൻ പറയുന്നത്, സോ ദാറ്റ് വി ക്യാൻ ആ സർവീസ് നമ്പർ ഏത് പൂട്ടാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലായാൽ അതിനൊപ്പിച്ച് പൊട്ടിക്കാനുള്ള ടൂൾസ് നമുക്ക് കൊണ്ടുവരാൻ. ഓക്കെ, so now let me just that back in. Now let's run this command. Bismillah. Okay, it may take some time. Okay, കാരണം സ്കാൻ ചെയ്യാനാണല്ലോ. ഓക്കെ, സോ I'll wait. ഏകദേശം 10-15 സെക്കൻഡ് ഒക്കെയാണ് എടുക്കേണ്ടത്. വിൽ വെയിറ്റ്. ഓക്കെ, voilà, നമ്മളുടെ റിസൾട്ട്സ് വന്നു. Nmap നമുക്ക് പറഞ്ഞു. ഫസ്റ്റ്ലി Nmap സ്കാൻ റിപ്പോർട്ട്, ഇത് IP അഡ്രസ്സാണ്, ഹോസ്റ്റ് ഓൺ ആണ്, അവിടെ ഉണ്ട്. ഓക്കെ, എത്ര ടൈം എടുത്തു, 0.0025 സെക്കൻഡ്സ് ആണ് അതിൻ്റെ ലേറ്റൻസി എന്ന് വെച്ചാൽ റിപ്ലൈ തരാൻ എത്ര ടൈം എടുത്തു. ഓക്കെ, ഇവിടെ എന്താണ് ഇത് പറയുന്നത്, ലെറ്റ്സ് മേക്ക് സെൻസ്. ഓക്കെ, അതിൻ്റെ നമ്പർ 21 ഓപ്പൺ ആണ്, അത് റൺ ചെയ്യുന്ന സർവീസ് FTP ആണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതിൻ്റെ ഏത് വേർഷനാണ്, VSFTPD 2.3.4. വെയിറ്റ്, ഈ 2.3.4 എന്ന് പറയുന്ന ഈ ഒരു വേർഷനില്ലേ, ഈ ഒരു വേർഷൻ എന്ന് പറയുന്നത് 2011 റിലീസ് ചെയ്ത വേർഷനാണ്. ആ വേർഷൻ റിലീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ആ വെബ്സൈറ്റിൽ someone hacked into the website and അതിനൊരു ബാക്ക് ഡോർ ആക്സസ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ആര് ഇത് ഡൗൺലോഡ് ചെയ്താലും അവർക്ക് ഈ ബാക്ക് ഡോർ ആക്സസും ഉൾപ്പെടെയാണ് അവർ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സംഭവിച്ചു എന്ന് വെച്ചാൽ ബേസിക്കലി എന്തുപോലെ തന്നെയാണെന്ന് വെച്ചാൽ വീട്ടിൻ്റെ ചാവി. ഓക്കെ, മുതലാളി ഒരു പീടികയിൽ പോയിട്ട്, ഞാൻ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം, ഒരു ചാവിയൊക്കെ വിൽക്കുന്നൊരു ഷോപ്പ്. ഓക്കെ, ആ ഷോപ്പിൽ 2.3.4 എന്ന് പറയുന്ന ഒരു ചാവി ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്കിൻ്റെ പീടികയിലേക്ക് ആര് കയറി, ഒരു ദിവസം ഒരു കള്ളൻ കയറിയിട്ട് എന്ത് ചെയ്തു, ഈ കള്ളന് ഈ ചാവിൻ്റെ പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കി കള്ളൻ്റെ കയ്യിൽ വെച്ചു. ഓക്കെ, എന്നിട്ട് കള്ളൻ ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. ഇനി ഈ ഷോപ്പിൽ വന്നിട്ട് ഈ പൂട്ട് വാങ്ങുന്ന എല്ലാ ആളുകളുടെയിലേക്കും ആർക്ക് ആക്സസ് ഉണ്ട്, ഈ കള്ളൻ ആക്സസ് ഉണ്ട്, കാരണം കള്ളൻ്റെ കയ്യിൽ ചാവി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പൂട്ട് ലെറ്റ്സ് സേ നമ്മളുടെ ചങ്ങായി ജോണ് അല്ല വേണ്ട നമ്മളുടെ അയൽവാസി, ഓക്കെ, മുഹമ്മദ് കാക്ക എന്ത് ചെയ്തു, മുഹമ്മദ് കാക്ക ഈ 2.3.4 ലോക്കാണ് വാങ്ങിയത് നമുക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി, നമ്മൾ നേരത്തെ Nmapൽ SV ഉപയോഗിച്ചിട്ട് നമ്മൾ അവരുടെ സർവീസ് നമ്പർ ഇതിനാണ് നമ്മൾ എടുക്കുന്നത്, ഇതിനാണ് സർവീസ് നമ്പർ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി മുഹമ്മദ് കാക്ക വാങ്ങിച്ചത് 2.3.4 ലോക്കാണ്, അതിൻ്റെ ചാവി എൻ്റെ അടുത്തുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ ചാവി ഈ കള്ളൻ നമുക്കറിയാം, ഈ ചാവി ലെറ്റ് മീ നോട്ട് ഓവർ കോംപ്ലിക്കേറ്റ് ദിസ്, ഈ ചാവി നമ്മൾ എടുത്തിട്ടുണ്ട്, ആ ചാവി നമുക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാൻ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക, ഈ ലോക്ക് ഏതാണെന്ന് മനസ്സിലായാൽ മാത്രമാണ്. അതിനാണ് നമ്മൾ സർവീസ് വേർഷൻ നമുക്ക് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനി ഉപയോഗിക്കും, അടുത്ത സെഷനിൽ നമ്മളിത് ഉപയോഗിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്നത് റിക്കോൺസെൻസ് മാത്രമാണ്, നമ്മളെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, നമ്മൾ റിക്കോൺസെൻസ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എക്സ്ക്യൂസ് മീ, ഓക്കെ, പിന്നെ ഉള്ളത് ഓപ്പൺ SSH. ഓപ്പൺ SSH എന്ന് വെച്ചാൽ അതൊരു കൺട്രോൾ റൂമാണ്. അത് അഗൈൻ 2008 റിലീസ് ചെയ്തതാണ്. ഈ സോഫ്റ്റ്വെയർ കമ്പനീസ് എപ്പോഴും പുതിയ അപ്ഡേറ്റ്സ് ഇങ്ങനെ വരും. ഫോർ എക്സാമ്പിൾ, ഈ നേരത്തെ പറഞ്ഞ ലോക്കിൻ്റെ പീഡിയയിലെ മുതലാളിക്ക് മനസ്സിലായി എന്ത്, പടച്ചോനെ ഈ ചാവി ഇവൻ്റെ അടുത്ത് ഉണ്ടാ, അപ്പം ഇയാൾ ആ ചാവി ആ പൂട്ടിൻ്റെ അവിടെ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു സെറ്റിംഗ് കൂടി വെച്ചു. അതായത് ഇനി വരുന്ന ആളുകൾക്ക് എന്താണ്, ഈ കള്ളന് ആ ചാവി ഉപയോഗിച്ച് തുറക്കാൻ പറ്റരുത്. പക്ഷെ അത് ഇനി വരുന്ന ആളുകൾക്കേ അത് കിട്ടുള്ളൂ, പണ്ട് ഇത് വാങ്ങിച്ചു പോയ ആളുകൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നിങ്ങൾ സെക്യൂരിറ്റി ഒരു ഗുഡ് പ്രാക്ടീസാണ്, എപ്പോഴും നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ചില സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, വെറുതെ കുറേ ഡാറ്റ പോയി, ഡൗൺലോഡ് ചെയ്യാൻ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എടുത്തു. പക്ഷേ എനിക്കിപ്പം പ്രത്യേകമായിട്ട് എന്തിൻ്റെ കളർ മാറുമോ അല്ലെങ്കിൽ കാണാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്താണ് വാട്ട്സ് ന്യൂ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ സെക്യൂരിറ്റി ഫിക്സസ് ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ വാട്ട്സ് ന്യൂ എന്താണ് ഇപ്പോൾ അപ്ഡേറ്റ് ഉള്ളതെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ബഗ്സ്,
അല്ലെങ്കിൽ ഫിക്സ്ഡ് ബഗ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫിക്സസ്, അത് ഇതാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ സെക്യൂരിറ്റി എന്തെങ്കിലും ഫ്ലോസ് അവരുണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പിന്നെയാണ് ആരെങ്കിലും അവരെ അറിയിച്ചതോ അല്ല അവരുടെ ടീമിനെ ഇത് കണ്ടെത്തിയിട്ട് അവരത് ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഫിക്സ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ സോഫ്റ്റ്വെയർസ് അപ് ടു ഡേറ്റ് ആയി വെക്കേണ്ടത്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കിയാൽ ഡോർ നമ്പർ, ദിസ് ഈസ് എ ഗോൾഡ് മൈൻ 1524. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതെന്താണ്, ഇത് മെറ്റസ്പ്ലോയിറ്റിൻ്റെ റൂട്ട് ഷെൽ ആക്സസ് ആണ്. ദിസ് ഈസ് അൾട്ടിമേറ്റ് അഡ്മിനിസ്ട്രേഷൻ പവർ, അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടാണ്. ഓക്കെ, ഈ ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റിയാൽ എന്താണ്, ഒരു പാസ്വേഡ് ആവശ്യമില്ലാണ്ട് ഒരു ലോഗിനും ആവശ്യമില്ലാണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ആ മൊത്തം കമ്പ്യൂട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏതുപോലെ തന്നെ വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ, അതായത് പോർട്ട് നമ്പർ 1524 അവിടെ അത് മെറ്റസ്പ്ലോയിറ്റബിൾ ഉണ്ട്. അതായത് അവരുടെ കമ്പ്യൂട്ടറിൻ്റെ റൂട്ട് ഷെല്ല്, അതായത് ഏറ്റവും അൾട്ടിമേറ്റ് അപ്പെക്സ് പവറുള്ള കൺട്രോൾ റൂമാണ് അത്. ഓക്കെ, അത് ഓപ്പൺ ആണെങ്കിൽ അതിലേക്ക് നമുക്ക് ആക്സസ് കിട്ടിയാൽ നിങ്ങൾ ഫ്രണ്ടിൻ്റെ മൊത്തം കമ്പ്യൂട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫുൾ കമ്പ്യൂട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ആണ് എന്നാണ് ആര് പറയുന്നത്, നമ്മളുടെ നമ്മളുടെ എൻമാപ്പ് നമുക്ക് അറിയിച്ച് തരുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് പിന്നെ വേറെ ഇതാണ്. സോറി, ഐ ഗോട്ട് എ കോൾ ഓവർ ദെയർ. ഓക്കെ, നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ MySQL എന്ന് പറയുന്നത് അതൊരു ഇതും 2000 MySQL 5.0 എന്ന് പറയുന്നത് 2008 റിലീസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെതായ വൾനറബിലിറ്റീസ് ഉണ്ടാകും. എന്താണ് SQL എന്ന് വെച്ചാൽ ഒരു ഡാറ്റാബേസാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതൊരു ടാബുലാർ ഫോർമാറ്റിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റാബേസാണ്. If you do not understand exactly what that means, not required right now. Okay. Now, എന്താണ് ഇവിടെ സംഭവിച്ചത്? What happened right here? Okay. ഇതിനെക്കുറിച്ചൊക്കെ ഓരോന്ന് എന്താണെന്നൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, യു ക്യാൻ റീഡ് ത്രൂ ദിസ്. സോറി, ഞാൻ നിങ്ങളോട് ഹാൻഡ് ബുക്ക് ഷെയർ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, യു ക്യാൻ റീഡ് ത്രൂ ദിസ്. എന്താണ് നമ്മൾ ഈ കാണുന്ന ഓരോ കാര്യവും, FTP എന്തൊക്കെയാണ്, ഓക്കെ, എല്ലാം ഇൻഡെപ്തായിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഞാനതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബട്ട് യു ഹാവ് ടു റീഡ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഗ്ലാൻസ് ഓവർ എങ്കിലും ചെയ്യണം. ഓക്കെ, മുമ്പ് നമ്മളുടെ കയ്യിൽ 23 ഡോറുകളും അത് ഓപ്പൺ ആണോ ക്ലോസ് ആണോ അവരെന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയുന്നത്. ഇപ്പം നമുക്ക് എന്തറിയാം, ആ ഡോറ് ഉണ്ടാക്കിയ എക്സാക്ട് ബ്രാൻഡ്, അതിൻ്റെ മോഡൽ, അത് ഏത് വർഷമാണ് ഇറക്കിയത്, ഓക്കെ, എല്ലാം നമുക്ക് മനസ്സിലായി. ഇതെന്തിനാണെന്ന് വെച്ചാൽ ദിസ് ഇസ് ഫോർ നമ്മൾക്ക് സോറി ഒരു ബെല്ല് വന്നു. ഓക്കെ, വി വർ സെയിങ് ദാറ്റ് ശരിക്കത്തെ ഇതിൽ നമ്മളിത് എവിടെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഈ വൾണറബിലിറ്റീസൊക്കെ നമ്മൾക്ക് ഒരു കോമൺ സ്റ്റോർ ഡാറ്റാബേസിലുണ്ട്. CVE എന്നാണ് പറയുക, കോമൺ വൾണറബിലിറ്റീസ് ആൻഡ് എക്സ്പോഷേഴ്സ്. അതിൻ്റെ അകത്ത് ഓരോ ആളുകളും അവരുടെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് വൾണറബിലിറ്റീസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ലിസ്റ്റഡ് ഔട്ടായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് കിട്ടിയാൽ നമുക്കിപ്പോൾ ഒരാളുടെ വേർഷൻ ഇപ്പം VSFTPD 2.3.4 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആ CVEൻ്റെ വെബ്സൈറ്റ് ഗൂഗിളിൽ പോയിട്ട് CVE ഡാറ്റാബേസ് അടിച്ചെങ്കിൽ കിട്ടും. അതിനകത്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ അകത്ത് വൾണറബിലിറ്റീസ് കിട്ടും. വൾണറബിലിറ്റീസ് കിട്ടിയാൽ പിന്നെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ എളുപ്പമായില്ലേ? ഓക്കെ, ഒരു വീട്ടിൻ്റെ ഒരു ബാക്ക് ഡോർ തുറന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ച് പൊളിച്ച് കയറാൻ എളുപ്പമല്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ഡിഡ് ടിൽ നൗ. സോ ദാറ്റ് ഈസ് കമാൻഡ് നമ്പർ 2. നൗ മൂവിങ് ഓൺ ടു കമാൻഡ് നമ്പർ 3. ഓക്കെ, കമാൻഡ് നമ്പർ 3 എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം വാട്ട് വി അണ്ടർസ്റ്റാൻഡ്, നമുക്ക് ഏത് ഡോറിൻ്റെ ബാക്കിൽ എന്താണുള്ളത്, ഓക്കെ, ഈ ഡോർ ഈ ലോക്കിൻ്റെ കമ്പനി ഏതാണ്, വർഷം ഏതാണെന്നൊക്കെ മനസ്സിലായി. പക്ഷെ ഇത് ഏത് സിസ്റ്റത്തിലാണ് റൺ ചെയ്യുന്നത്? ഓക്കെ, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഈ ബിൽഡിംഗ് എന്താണ് സംഭവം? ഈ ബിൽഡിംഗ് ഏത് വർഷം ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്? ഓക്കെ, ഈ ബിൽഡിംഗ് ഏത് വർഷം ഉണ്ടാക്കിയതെന്ന് മനസ്സിലായാൽ എന്താണ്, നമുക്ക് എന്തായാലും ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച ലോക്കുകളൊക്കെ ആ കാലഘട്ടത്തിലുള്ള ലോക്കുകളായിരിക്കുമല്ലോ. ഓക്കെ, അപ്പം അനാലജി മേ നോട്ട് ബി എക്സാക്ട്, കാരണം ആളുകൾക്ക് പിന്നെ ലോക്ക് മാറ്റാം എന്നുള്ള ചോദ്യം വന്നേക്കാം. ബട്ട് കഥയിൽ ചോദ്യമില്ല, ജസ്റ്റ് പ്ലീസ് പ്ലേ അലോങ് വിത്ത് മീ, റൈറ്റ്? അപ്പം വാട്ട്സ് എനിവേസ് കമ്മിങ് ബാക്ക്, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എൻമാപ്പിനോട് പറയും, എൻമാപ്പേ മറ്റേ എൻ്റെ ഫ്രണ്ടില്ലേ അവൻ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ചെയ്യുന്നത്, അവൻ വിൻഡോസ് ആണോ അല്ലെങ്കിൽ ലിനക്സ് ആണോ, അത് നോക്കി പറഞ്ഞുതരുമോ? ഇതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, എന്നാലേ വിൻഡോസിൽ നമ്മൾ ഹാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് അല്ല ലിനക്സിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഇലക്ട്രിക് വണ്ടികൾ MG ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം മാരുതിൻ്റെ EVTR ഉണ്ട്, പിന്നെ ടാറ്റേൻ്റെ നെക്സോൺ ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഇതെല്ലാം ഈ ഇലക്ട്രിക് കാറുകളാണെങ്കിലും അതിനൊക്കെ ഉപയോഗിക്കുന്ന ടൂൾസുകൾ വ്യത്യാസം ഉണ്ടാവും അല്ലേ? അപ്പം ഏത് മോഡലാണിത്, മോഡൽ എന്നല്ല, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണിത് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ PNO, അതായത് പിങ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ എന്ത് ചെയ്തു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മൾ -O കൊടുക്കുന്നത്, പിന്നെ മെറ്റസ്പ്ലോയിറ്റബിൾ ID. ഓക്കെ, അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, നമുക്കത് ചെയ്ത് നോക്കാം. ലെറ്റ് മീ ജസ്റ്റ് ഓപ്പൺ മൈ VMware.
ഓക്കെ വേറെ നമ്മൾ ക്ലോസ് ആയി പോയതുകൊണ്ട് ഓക്കെ ഒന്നുകൂടി കാലി. ഓക്കെ അപ്പം നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ ഓക്കെ nmap pn ഓക്കെ pn കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്യാപിറ്റൽ O ആണ്. പിന്നെ നമ്മൾ നേരത്തെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കോപ്പി ചെയ്യാം. ഓക്കെ ഇവിടെ നമ്മളത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ ആൻഡ് ദെൻ ബി റൺ. ഇറ്റ് ടേക്ക് സം ടൈം. ഓക്കെ ഓക്കെ ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി? നമുക്കിത് വെയിറ്റ് സെക്കൻഡ്. യെസ് ഓക്കെ യെസ് ഇതാണ് നമുക്ക് വേണ്ടത്. യെസ് ലിനക്സ് 2.6. അതായത് അത് 2.6 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2004 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് ലിനക്സിന് ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ ലിനക്സ് പ്രത്യേകമായ പാക്കറ്റ്സ് അയക്കും. അപ്പം ആ പാക്കറ്റ്സിന് അത് റെസ്പോണ്ട് ചെയ്യുന്ന ടൈമും അതെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്ന നമ്പേഴ്സും ആ സീക്വൻസ് ഒക്കെ നോക്കിയിട്ട് അത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ചെയ്യുന്നത് nmap നമുക്ക് കണ്ടുപിടിച്ച് തരും. അപ്പം ഇതിന് എക്സാക്റ്റ് പറയാൻ പറ്റുന്നില്ല. OS ഡീറ്റെയിൽസ് 2.6.9 മുതൽ 2.6.3 അതിൻ്റെ ഇടയിലുള്ള ഏതോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത് ഇതാക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ഈ നെറ്റ്വർക്ക് ഡിസ്റ്റൻസ്, ആ 1 ഹോപ്പ് എന്താണെന്നൊക്കെ നമ്മൾ PDF ഉണ്ട്. വി ആർ നോട്ട് ഗോയിങ് ടു ഗോ ത്രൂ ദാറ്റ്. ഓക്കെ അതിൻ്റെ അത് ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. അപ്പം നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് പണ്ടത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ അപ്പം നമ്മുടെ ഫ്രണ്ട് മെറ്റസ്പ്ലോയിറ്റബിൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫ്രണ്ട് എന്താണ് അന്ധകാലത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായത്. ഓൾമോസ്റ്റ് 2004 to 2009 ഇടയിൽ. അപ്പോൾ ദാറ്റ്സ് 15-20 വർഷം മുമ്പുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു സ്റ്റുഡൻറ്റ് ഹാൻഡ് ബുക്ക്. ഓക്കെ നമുക്കിവിടെ ഇതെന്താണ്? ഓക്കെ സോ നൗ വി ഫൗണ്ട് ഔട്ട് വാട്ട് കൈൻഡ് ഓഫ് ബിൽഡിംഗ് ദിസ് ഇസ്. ഇറ്റ്സ് നോട്ട് വാട്ട്സ് ഇൻ ഇറ്റ്. അതിൻ്റെ ഉള്ളിലുള്ള മാത്രമല്ല അത് ബിൽഡിംഗ് ഏതാണ് നമ്മൾ കണ്ടുവച്ചത്. knowing it's an old Linux machine immediately tells an attacker which entire categories of tools and techniques are relevant here and rules out anything designed for a different kind of system entirely. അപ്പം വിൻഡോസിനോ ആപ്പിളിനെയൊക്കെ ഹാക്ക് ചെയ്യാനുള്ള സാധനമൊന്നുമല്ല നമുക്ക് ഉപയോഗിക്കേണ്ട ഈ അന്ധകാലത്ത് ആ ടൈമിലുള്ള ഇപ്പോൾ 2004 മുതൽ 2009 വരെയുള്ള സിസ്റ്റങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ടൂൾസ് ആണെന്ന് മനസ്സിലായി. ഇൻ റിയൽ ലൈഫ് ഇമാജിൻ യു ഫൗണ്ട് ഔട്ട് എ ബിൽഡിംഗ് വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ early 2000s and uses an old type of lock mechanism throughout. Okay, even before checking individual doors, ഓരോ ഡോർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എന്തറിയാം? You already know roughly what locksmith techniques that from that era would apply to all of them. കാരണം ആ ടൈമിലുള്ളതാണ്. അപ്പോൾ ആ ടൈമിലുള്ള ടൂൾസാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് മനസ്സിലാവും. ഓക്കെ നൗ ഫൈനലി കമാൻഡ് നമ്പർ 4 എന്ന് വെച്ചാൽ ഡീപ്പ് സ്കാൻ ആണ്. നമ്മൾ ദിസ് ഇസ് എ ബിഗ് വൺ. ഓക്കെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു സ്മോൾ അങ്ങോട്ടുള്ള സ്ക്രിപ്റ്റ്സ് നമ്മൾ അയക്കലാണ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഓക്കെ അപ്പം നമ്മൾ ഇത് നമ്മൾ -A കൊടുക്കും, അഗ്രസീവായിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ A stands for aggressive. It's not aggressive in a violent sense. It means nmap does all the previous check. നേരത്തെ ഓപ്പൺ പോർട്ട്സും നമ്മൾ പിന്നെ രണ്ടാമത്തെ ചെക്ക് ചെയ്ത വേർഷൻസും OSഉം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിൻ്റെ കൂടെ അല്ലാണ്ട് വേറെ ഒരുപാട് സ്ക്രിപ്റ്റുകൾ അതിനയക്കും. അതായത് നമ്മൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ചെക്കാണ് എന്ത് ചെയ്യുക ഇത് ചെയ്യുക അത് -A കൊടുത്താൽ. ഓക്കെ സോ നൗ ലെറ്റ്സ് ക്വിക്ലി ഡു ദാറ്റ്. ലെറ്റ്സ് ഗോ ടു a Kali machine. Okay just a second, let's go to Kali machine and now sorry. Okay let's type in sudo ചിലപ്പം ഇത് sudo ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ നോക്കാം. അത് അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർ യൂസർ പവർ ഇല്ലാണ്ട് pna നേരത്തെ കോപ്പി നമ്മൾ 4 പ്രാവശ്യം ചെയ്തു. 192.168.44.130. ഓക്കെ .44. ഓക്കെ ഇത് കുറച്ച് ടൈം എടുക്കും കാരണം ഇത് അഗ്രസീവ് സ്കാൻ ആയതുകൊണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ടിൽ ദെൻ. ഓൾറൈറ്റ് വിവ് ഗോട്ട് ദ റിസൾട്ട്സ്. ഓക്കെ ഓൾമോസ്റ്റ് കുറച്ച് ടൈം എടുത്തിന്. ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് സി ദിസ്. ഓക്കെ അനോണിമസ് FTP ലോഗിൻ അലോ. ഇറ്റ്സ് എ ബിഗ് വൺ. ഓക്കെ ഇതെന്താണെന്ന് വെച്ചാൽ ആർക്കും ഒരു അനോണിമസ് ആയിക്കൊണ്ട് ഒരു യൂസർ നെയിമോ ഒരു പാസ്വേഡോ ഇല്ലാണ്ട് ഈ നമ്മളെ ഫ്രണ്ടിൻ്റെ ഫയൽ സെർവറായിട്ട് കണക്ട് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ആ ഫയൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അതായത് ഇങ്ങനെ വിചാരിച്ചു ഒരു വലിയൊരു വെയർ ഹൗസ്. ഓക്കെ അതിൻ്റെ അകത്ത് എന്താണ് ഒരു ഡോർ എന്താണ് ആ ഡോറിനുള്ളിൽ കയറണമെങ്കിൽ
ചാവിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് തുറന്ന് കയറാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാൻ പറ്റും. അതുപോലെ ഈ സിസ്റ്റത്തിൻ്റെ എന്താണ് FTP ലോഗിൻ നമുക്ക് അനോണിമസ് ആയിട്ട് തന്നെ ഒരു ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് കയറാൻ പറ്റും. ഓക്കെ, ആക്ച്വലി നമ്മളുടെ ഇതെന്ത് ചെയ്തു എന്ന് വെച്ചാൽ Nmap ഉള്ളിൽ കയറി നോക്കി, ഓക്കെ, കയറി നോക്കിയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും കൂടി നോക്കി. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഇത് മനസ്സിലാകുന്നത്, എന്ത് അനോണിമസ് FTP ലോഗിൻ അലൗഡ് എന്ന് ഇവിടെ നമുക്കത് പറഞ്ഞിരുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ദെയർ ഇസ് SSH. ഓക്കെ, ഇവിടെ പോർട്ട് നമ്പർ 22 SSHും അത് ഓപ്പൺ ആണ്. അതിൻ്റെ വേർഷൻ നമ്പറും ഒക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞാൽ SSH എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിലേക്ക് റിമോട്ട്ലി ലോഗിൻ ചെയ്യാനുള്ള കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ്. ഓക്കെ, അത് നമുക്ക് നമ്മളുടെ ഇവിടെ ഇരുന്നിട്ട് വേറെ ആളുടെ കമ്പ്യൂട്ടർ അത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം വേറെ അപ്പം അതിൻ്റെ അർത്ഥം ഇതാണ്. സോ പോർട്ട് ഓപ്പൺ എന്ന് വെച്ചാൽ എന്താണ്, റിമോട്ട് കൺട്രോൾ ഡോറ് ഓണാണ്, അത് കേൾക്കുന്നുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് അയാൾക്ക് ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പാസ്വേഡും ലോഗിൻ ക്രെഡൻഷ്യലും നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് അറിയെങ്കിൽ അവൻ്റെ ലാപ്ടോപ്പിൽ പോകാണ്ട് നിങ്ങളെ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവൻ്റെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാം. എങ്ങനെ കണക്ട് ചെയ്യാം? കാരണം അവൻ്റെ ലാപ്ടോപ്പിൽ SSHൻ്റെ പോർട്ട് ഓപ്പൺ ആണ്. ആ SSH പോർട്ടിലേക്ക് കടന്നാൽ പാസ്വേഡും യൂസർ നെയിമും ചോദിക്കും. അത് നിങ്ങൾക്ക് അറിയെങ്കിൽ അത് നിങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് അവൻ്റെ കമ്പ്യൂട്ടറിൽ ആക്സസ് കിട്ടിയെന്ന് ചുരുക്കം. ഓക്കെ, പിന്നെ അതിൻ്റെ അത് വേറെ കുറേ ഇമെയിൽ സർവീസും അതൊന്നും നോട്ട് റിയലി റെലവെൻറ്റ് റൈറ്റ് നൗ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു ആ PDF. ഓക്കെ, ഇപ്പോൾ എന്തായി, നമുക്ക് 4 കമാൻഡ് അടിക്കുന്നതിലൂടെ കൂടെ ഓക്കെ വാട്ട് ജസ്റ്റ് ഹാപ്പൻ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഈ കമ്പ്യൂട്ടറിൻ്റെ പേര് മെറ്റസ്പ്ലോയിറ്റബിൾ ആണ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇതിൻ്റെ അതുള്ള ഫയൽ സെർവർ ഒരാൾക്ക് പാസ്വേഡൊന്നും ഇല്ലാണ്ട് അത് അനോണിമസ് ലോഗിൻ സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം. തുടങ്ങി ഒരുപാട് സെറ്റിങ്സ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇൻഡെപ്ത് പോകാത്തതാണ്, കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ജസ്റ്റ് റീഡ് ത്രൂ ദാറ്റ്. അപ്പം ഇതൊക്കെ നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്? നമ്മൾ ഹാക്ക് ചെയ്തിട്ടാണോ? ഇല്ല, നമ്മൾ ഇതുവരെ ഹാക്ക് ചെയ്തിട്ടില്ല. നമ്മളൊരു കുറച്ച് റിക്കോണസൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ Nmap ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഹാക്ക് ഇൻ ടു ദിസ് മെഷീൻ നോട്ട് യെറ്റ്. പക്ഷേ ഇത്ര കുറച്ച് 4 കമാൻഡുകൾ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇവരിൽ എങ്ങനെ ഉള്ളിൽ കയറാൻ ഏതൊക്കെ ഡോറാണ് വീക്ക്, ആ ഡോറിൽ ഉപയോഗിച്ച പൂട്ട് ഏതാണ്, ആ പൂട്ടിൻ്റെ കമ്പനി ഏതാണ്, അത് ഏത് വർഷമാണ് ഉണ്ടാക്കിയത്, അത് നമുക്ക് എന്താണ് അത് വർഷം മനസ്സിലായതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ കയറാൻ എന്തൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജസ്റ്റ് ഇത് Nmap ഉപയോഗിച്ചുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പം നെക്സ്റ്റ് സെഷനിലാണ് നമ്മൾ എന്ത് ചെയ്യാം. ഐ എം സോ സോറി, ഞാൻ ഹാൻഡ് ബുക്ക് ഷെയർ ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പം നെക്സ്റ്റ് സെഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, we are going to use this. നമ്മൾ ഇന്ന് കണ്ടുപിടിച്ച ടെക്നിക്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, we are going to use this and we are going to gain access. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തത് step 1 ആണ് reconnaissance, and next session you can go through this. We are going to use all this and we are going to hack into our friend's machine. Okay, that's that, and jazakallah khair for tuning in. Barakallah feek, and that is session 5 of Zeen Academy's Zero to Cybersecurity.